അച്ഛൻ മോഹൻലാൽ ഫാനല്ലേ? പിന്നെ എന്താ ഈ ചങ്ങാതി മമ്മൂട്ടിയുടെ കളങ്കാവിൽ പോസ് ഇട്ട് നിക്കണേ? അച്ഛക്ക് ഒരു കള്ള ലക്ഷണം ഉണ്ട് കേട്ടോ. ആണോ? എന്തേലും ഉടായ്പ ആണോ? ഹലോ. ഓ ഹായ് ദേവിക. അതെ, നിങ്ങളുടെ ബാങ്കിൽ ഇപ്പൊ അടുത്ത വല്ല പരിപാടി എന്തെങ്കിലും നടക്കാനുണ്ടോ? ഐ മീൻ സെലിബ്രേഷൻസോ അങ്ങനെ എന്തെങ്കിലും? എന്താ എന്തോ നിങ്ങളുടെ ബാങ്ക് എന്നൊക്കെ? നമ്മുടെ ബാങ്ക് എന്ന് പറയടാ. നമ്മുടെ ബാങ്കിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഫാമിലിയും കൂടിയിട്ടാ ആഘോഷം വരുന്നുണ്ടല്ലോ. 24-ാം തീയതി ദ്യുതിക്ക് വരില്ലേ? എന്ത് വരില്ലേ? ഹലോ ഹലോ കുഞ്ഞു, നീ പറഞ്ഞ ശരിയാ. നിന്റെ അച്ഛൻ മമ്മൂക്കയ്ക്ക് പഠിക്കുക. ദ്വിതി വരണ്ട എത്ര? മറന്നിട്ടില്ല. 24-ാം പൂരം. ഞാൻ ഉണ്ടാവില്ല കേട്ടോ. ഞാനേ ബാങ്കിന്റെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അല്ല ഇന്ദു മോള് തലേന്ന് കൂടെ അയക്കാൻ. ഞാൻ പൂരത്തിന് പോണില്ല. ഞാനും മോളും നിന്റെ കൂടെ ദ്വിതിക്കാ വരുന്നേ. എന്താണ് ചെറിയമ്മ? ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. നിന്റെ കേടാ. ആ തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുള്ള വകയില് ഇവിടെ അധികം ഭീകര തിക്കും തിരക്കും. നിനക്ക് വിശ്വാസമായിരിക്കും നീ ഒരു കാര്യം. ആ ജനീഷ് വിളിച്ചേ, ഞാൻ വിളിച്ചേരാം. എന്നാ സംസാരിച്ചു നോക്കിയേ. ജംഗ്ഷൻ നീ എവിടെയാ? ഹലോ പറയടാ. ഇവിടെ കലോത്സവം നടക്കണ്ടല്ലോ. എല്ലായിടത്തും ഇവിടെ കണ്ടെത്തണ്ടേ? എടാ അതെ, ഇവിടെ ഇന്ദു ദ്യുതിക്ക് വരണമെന്ന് പറഞ്ഞു ഭയങ്കര സീനാടാ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ. ഞാൻ ഫോൺ കൊടുക്കാം. കൊടുക്ക്. എന്റെ മോളെ സംഭവം കുടുംബസംഗമെന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ ലോളയും കൂട്ടി പോയിട്ട് കുടുങ്ങിപ്പോയതാ ഞാൻ. സംഭവം നടക്കുന്ന കാലടിയിൽ ഒന്ന് വാഷ്റൂം പോകണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പെരുമ്പാവൂർ പോകേണ്ട അവസ്ഥയാണ്. ഇക്കൊല്ലം കളമശ്ശേരിയിലാന്നൊക്കെ പറയുന്നത്. ഒന്ന് ബാത്റൂം പോകണമെങ്കിൽ മെട്രോ വിളിച്ചിട്ട് ആലുവ വരെ പോകേണ്ടി വരും. നിങ്ങളൊക്കെ ഒരു ടീമല്ലേ? അവൻ ഇതേ പറയുമെന്ന് എനിക്കറിയാം. അതൊരു കാര്യം ചെയ്യും, ഞാൻ രാജ്പോൾ സാറെ വിളിച്ചുതരാം. നീ ഒന്ന് സംസാരിക്കി. അപ്പൊ കുഴപ്പമില്ലല്ലോ. മോളെ നമ്മൾ ഈ സദാചാരബോധവും സന്മാർഗബോധവും ഉള്ളവർക്കൊന്നും പറ്റിയ ഒരു സംഭവമല്ല അത്. നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞവരല്ലേ. അല്ല, ഇനി നിനക്ക് നിർബന്ധമാണെന്ന് വെച്ചാൽ നീ പോരെ. ഞാൻ എന്തായാലും എൻ്റെ വൈഫിനെ ഒന്നും കൊണ്ടുവരുന്നില്ല. നമുക്ക് രണ്ടാക്കും വേണ്ടിയും പറഞ്ഞ് അവിടെയൊക്കെ നടക്കാന്നേ. അവൻ തിരക്കിലാവില്ലേ? ഇയാൾ അതിലും വലിയ കോഴിയാ. നീ അശ്വസിച്ചിനെ വിളിക്കേ. അശ്വതി അവള് നിന്നെ മിസ്ഗൈഡ് ചെയ്യും. വിളിക്ക് ദീപു. വിളിക്കാം. നീ ആ ഗ്ലാസ് ഓടാക്കി. ചേച്ചി, ഈ ദ്വിതിക്ക് നമ്മള് ഫാമിലി ആയിട്ട് വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ദീപു പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ്, സൗകര്യങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ ഉണ്ടോ? അവനങ്ങനെ പറഞ്ഞു. ചുമ്മാ പറഞ്ഞ എന്തോ. ഒന്നാമത്തെ കാര്യം, വലിയ ഡെസ്റ്റിനേഷൻ വെഡിങ്ങും കൺവെൻഷനുകളും ഒക്കെ നടക്കുന്ന ഒരു റിസോർട്ട് പോലത്തെ സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രശ്നം രീതി നടക്കുന്നത്. അവിടെ ഇല്ലാത്ത സൗകര്യങ്ങളില്ല. പിന്നെ ഇപ്പോൾ അവിടെ സിനിമ ഷൂട്ടിംഗ് വരെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അവിടെ നടക്കുന്ന പരിപാടികൾ എന്തോന്നറിയോ? കുട്ടിക്കാറ്റ്. ഇത് കളർഫുള്ളാണെന്നറിയോ? അതുപോലെ തന്നെ എന്ത് രസമാണെന്നറിയോ? അവിടെ ആൽമരം ബാൻഡിൻ്റെ പരിപാടിയുണ്ട്, DJ ഉണ്ട്. എന്തായാലും അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. എന്തായാലും വായോ, മോളെ കൂട്ടുക. ഹലോ ദീപുവിന് ഇനി വരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞാനും മോളെ എന്തായാലും വരും ചേച്ചി.